കോട്ടയം നഗരസഭയിലെ 3 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വഴിമുട്ടി. പ്രതി അഖിൽ സി വർഗീസിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് ഇതുവരെയും തുമ്പില്ല. പണം നഷ്ടപ്പെട്ടിട്ട് 1 മാസമായിട്ടും പോലീസ് അന്വേഷണം എങ്ങും എത്താത്തതിനെതിരെ UDF നാളെ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്ത ആഴ്ചകൾ പിന്നിട്ടിട്ടും അഖിൽ സി വർഗീസിനെ കണ്ടെത്താനായിട്ടില്ല. അഖിൽ തന്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക മാറ്റി 3 കോടി തട്ടിപ്പ് നടത്തിയ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് ഒളിവിൽ പോയത്. ആദ്യം കേസ് അന്വേഷിച്ച കോട്ടയം വെസ്റ്റ് പോലീസും പിന്നീട് കേസ് ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ചിനും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഓഗസ്റ്റ് 8-ന് തമിഴ്നാട്ടിലെത്തിയതായി മാത്രമാണ് ഏക വിവരം. മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തതാണ് അന്വേഷണ സംഘത്തിന് തിരിച്ചടി. രാജ്യം വിടാതിരിക്കാൻ വിമാനത്താവളങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നാണ് വിശദീകരണം. പ്രതിയുടെ അടുത്ത ബന്ധുക്കളെ ഉൾപ്പെടെ ചോദ്യം ചെയ്തെങ്കിലും ഒരു സൂചനയും കിട്ടിയിട്ടില്ല. ഭരണാനുകൂല സംഘടനയിൽ ഉൾപ്പെട്ട അഖിലിന് പോലീസ് സംരക്ഷണം ഒരുക്കുന്നതായാണ് കോൺഗ്രസിന്റെ ആരോപണം. എല്ലാത്തരം ഓഡിറ്റ് നടക്കുന്ന സ്ഥിരമായി ഓഡിറ്റ് സംവിധാനമുള്ള ഒരു നഗരസഭയിൽ നിന്ന് ഇത്രയും പണം മോഷണം നടത്തിയിട്ട് ആ മോഷ്ടാവിനെ പിടിക്കാനുള്ള ഒരു ശ്രമം 1 മാസമായിട്ട് നടത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പോലീസും ഈ കള്ളനോടൊപ്പം ചേർന്നിരിക്കുകയാണ് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിനിടെ ക്രൈംബ്രാഞ്ച് ശേഖരിച്ച CCTV ദൃശ്യങ്ങളും രേഖകളും അടക്കമുള്ള തെളിവുകൾ കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. കേസിന് പിന്നാലെ തദ്ദേശ വകുപ്പ് അഖിലിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 2020 മുതൽ 2023 വരെ കോട്ടയം നഗരസഭയിൽ പ്രതി ജോലി ചെയ്ത കാലയളവിലായിരുന്നു തട്ടിപ്പ് നടന്നത്. സ്ഥലം മാറിപ്പോയിട്ടും കോട്ടയം ഓഫീസിലെത്തി പ്രതി ഫയലുകളിൽ ഇടപെട്ടിരുന്നു. റിപ്പോർട്ടർ, കോട്ടയം.